ഹായ് ഹലോ, നമുക്ക് എങ്ങനെയാണ് രണ്ട് സ്ക്വയറുകൾ നമ്മൾ കൂട്ടിപ്പിടിപ്പിക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഓൾറെഡി ഞാനൊരു സ്ക്വയർ തയ്ച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അടുത്ത സ്ക്വയറും ഞാൻ കൂട്ടിപ്പിടിപ്പിക്കേണ്ട ഇതിൽ ഞാൻ തയ്ച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് നമ്മൾ സ്ക്വയർ തയ്ക്കുന്നതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനായി ഞാൻ 7 റൗണ്ടുള്ള ഒരു സ്ക്വയറാണ് ഇവിടെ പൂർത്തിയാക്കി വെച്ചിരിക്കുന്നത്. അത് രണ്ടാമത്തെ സ്ക്വയർ നമ്മൾ കൂട്ടിപ്പിടിപ്പിക്കുമ്പോൾ ഒരു റൗണ്ട് കുറച്ച് ഞാൻ തുന്നി വെച്ചിട്ടുണ്ട്. ഇത് 6 റൗണ്ടുണ്ട്. അപ്പോൾ 7ാമത്തേത് നമ്മളിതിൽ കൂട്ടിപ്പിടിപ്പിച്ച് തുന്നുവാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഇതിൻ്റെ നല്ല വശങ്ങൾ രണ്ടും കൂടെ നമ്മൾ ഇങ്ങനെ പിടിക്കണം. അതിനുശേഷം നമ്മൾ 7ാമത്തെ റൗണ്ട് തുന്നുകയാണ്. ആദ്യം നമ്മൾ ഇവിടെ 2 ചെയിനൊക്കെ കൊടുക്കുക. അതിനുശേഷം ഈ കോർണറിൽ 2 ഡബിൾ ക്രോഷേ, 2 ചെയിനാണ് നമ്മൾ ഇടുന്നത്. അതിന് ആദ്യം നമ്മൾ ഒരു ചെയിൻ ഇട്ടതിന് ശേഷം നമ്മുടെ രണ്ടാമത്തെ നമ്മൾ കൂട്ടിപ്പിടിപ്പിക്കേണ്ട സ്ക്വയർ ഉണ്ടല്ലോ, ആ സ്ക്വയർ എടുത്തിട്ട് ആ ജോയിൻ ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഉള്ളിലൂടെ കയറ്റിയിട്ട് നമ്മൾ രണ്ടാമത്തെ ചെയിൻ ഇട്ടു പോകും. അന്നേരം അതവിടെ ജോയിനായി. എന്നിട്ട് നമ്മൾ വീണ്ടും ആ ജോയിൻ ചെയ്ത ആ കോർണറിൽ തന്നെ വീണ്ടും 3 ഡബിൾ ക്രോഷേ തയ്ച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇവിടെയാണ് നമ്മൾ തുന്നേണ്ടത്. അതിന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം ഇതിനകത്ത് നമ്മളൊരു ചെയിൻ ഇട്ടതിന് ശേഷം ഈ കോർണറിലേക്ക് നമ്മൾ 3 ഡബിൾ ക്രോഷേ തുന്നണം. വീണ്ടും അതുപോലെ ഈ പോർഷൻ ഉണ്ടല്ലോ, ആ പോർഷനിലേക്ക് നമ്മൾ ഒരു ചെയിൻ, നമ്മൾ എക്സ്ട്രാ 1 ചെയിൻ ഇട്ടിട്ടാണല്ലോ നമ്മൾ ഇത് തയ്ക്കുന്നത്. അന്നേരം ആ ഒരു ചെയിന് ഇവിടെ ഇട്ടിട്ട് നെക്സ്റ്റ് ഇതിൽ നമ്മൾ വീണ്ടും 3 ഡബിൾ ക്രോഷേ, വീണ്ടും ആ 7 എണ്ണം ഉള്ളതിനകത്തൂടെ നമ്മൾ ഒരു ചെയിൻ. അങ്ങനെ ഞാൻ തുന്നി ആ സൈഡ് ഞാൻ ഫില്ല് ചെയ്ത് ആ കോർണറിൽ കൊണ്ടുവന്ന് ഇത് ചെയ്തിരിക്കുകയാണ്. അടുത്ത ഇത് വരുമ്പോഴത്തേക്കും നമ്മൾ ആ കോർണറിൽ പിടിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ആ കോർണറിൽ 3 ഡബിൾ ക്രോഷേ, ഇങ്ങനെ ഇപ്പം ഇത് ഫില്ലായി. 2 സ്ക്വയർ തമ്മിൽ ഫില്ലായി. ഇനിയും ഈ സ്ക്വയർ ഉണ്ടല്ലോ, അത് ഒരു റൗണ്ട് കുറച്ചല്ലേ തുന്നി. ഇനി ഈ റൗണ്ട് മുഴുവനും നമ്മൾ തുന്നി അത് 7 റൗണ്ടാക്കി പൂർത്തിയാക്കണം. ഇങ്ങനെ നമുക്ക് ഈ 2 ഇതും നമ്മൾ പൂർത്തിയാക്കി. ഇനി നമുക്ക് വീണ്ടും ഇപ്പോൾ ഇതിലോട്ട് കൂട്ടിപ്പിടിപ്പിക്കണമെങ്കിൽ ഇതേ രീതിയിൽ തന്നെ അടുത്ത ഒരു സ്ക്വയർ തയ്ക്കുക. 6 റൗണ്ട് തയ്ച്ചതിന് ശേഷം 7ാമത്തെ റൗണ്ട് ഇതിൽ കൂട്ടിപ്പിടിപ്പിക്കുക. അങ്ങനെ എത്ര ചതുരം നമുക്ക് കൂട്ടിപ്പിടിക്കണോ അത്രയും ചതുരം നമുക്ക് എത്ര നീളത്തിലും എത്ര വീതിയിലും വേണോ അതുപോലെ നമുക്കിത് കൂട്ടിപ്പിടിപ്പിക്കാം. ഇങ്ങനെയാണ് നമ്മൾ 2 സ്ക്വയറുകൾ തമ്മിൽ കൂട്ടിപ്പിടിപ്പിക്കുന്നത്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.